അസ്സലാമു അലൈക്കും. കയ്യിലെ മൈലാഞ്ചിയുടെ കളർ മായുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന ഒരു നവദമ്പതികളെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നു. പാലക്കാട് സ്വദേശികളാണ് ഈ നൗഷിജയും അതുപോലെ തന്നെ ആഷിഖും എന്ന് പറയുന്ന വ്യക്തി. കൊടുവായൂർ സ്വദേശി ആഷിഖും അതുപോലെ തന്നെ പുൽപ്പള്ളി സ്വദേശി നൗഷിജയും ഈ കഴിഞ്ഞ മാർച്ച് 28-ാം തീയതിയായിരുന്നു വിവാഹിതരായിരുന്നത്. ഈ മാസം 16-ാം തീയതി വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ട ആളാണ് ആഷിഖ്. അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിന് ഒരു മധുവിധ് ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വരുന്നു. അതിനുശേഷം അവർ പ്ലാൻ ചെയ്യുന്നത് പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ പാലക്കാട് നിന്നും നമ്മുടെ ആഷിഖിൻ്റെ ഉപ്പയ നിസാമുദ്ദീനാണ് ഇരുവരെയും തിരുവനന്തപുരത്തേക്ക് യാത്ര അയക്കുന്നത്. വോൾവോ ബസ്സിലാണ് അവരുടെ യാത്ര തിരിച്ചിരുന്നത്. വളരെ സന്തോഷകരമായ ഒരു യാത്ര തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം വളരെ സന്തോഷകരമായ രീതിയിൽ എല്ലാ വിശേഷങ്ങളും ഈ നൗഷിജയും അതുപോലെ തന്നെ ആഷിഖും അവരുടെ കുടുംബങ്ങളുമായി എല്ലാം പങ്കിട്ടിരുന്നു. അതിനുശേഷം അവരെ തേടിയെത്തിയ വാർത്ത എന്ന് പറയുന്നത് വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്ത തന്നെയായിരുന്നു. കുറുവങ്ങോട് ഭാഗത്ത് നിന്നും കവടിയാറിലേക്ക് പോവുകയായിരുന്ന ഒരു കാറ് RC സ്കൂളിന് സമീപമെത്തിയ സമയത്ത് നിയന്ത്രണം വിട്ടുകൊണ്ട് ഫുട്പാത്തിലൂടെ നടന്നു വരികയായിരുന്ന ആഷിഖിനെയും അതുപോലെ തന്നെ നൗഷിജയെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തൽക്ഷണം തന്നെ നൗഷിജ എന്ന് പറയുന്ന സഹോദരി അവിടെ വെച്ച് മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും പാലക്കാടുള്ള നൗഷിജയുടെ കുടുംബത്തെ തേടിയെത്തത്. അത്യന്തം ദാരുണമായ ഒരു വാർത്ത തന്നെയാണ്. സന്തോഷകരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി തിരിച്ചതായിരുന്നു നവദമ്പതികൾ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നവവധു തൽക്ഷണം തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് അവരുടെ കുടുംബത്തെ തേടിയെത്തിയത്. ഈ ഒരു മാസം 16-ാം തീയതി ഞാൻ പറഞ്ഞതുപോലെ വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ട ആളായിരുന്നു നമ്മുടെ ആഷിഖ് വലിയ രീതിയിലുള്ള അപകടം പറ്റിക്കൊണ്ട് അവരുടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. പല ആവർത്തി തൻ്റെ ഭാര്യ നൗഷിജയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ഓർമ്മ വരുന്ന സമയത്ത് എല്ലാം തന്നെ ആഷിഖ് കുടുംബക്കാരോടും ഡോക്ടർമാരോടും ചോദിച്ചിരുന്നു. എന്നാൽ അവർ മറ്റൊരു ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടിയത് എന്നും അവർക്ക് കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നും സൂക്കേട് കാര്യമായി ഭേദമാവുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമെന്നെല്ലാം പറഞ്ഞ് ആഷിഖിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. അതിനിടെയാണ് ആഷിഖിന് എമർജൻസി ആയിട്ട് 2-3 സർജറി വേണമെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ കാര്യമായ പരിക്കായിരുന്നു അതിനുള്ള കാരണം. അതിനുശേഷം ഈ സർജറികളെല്ലാം ചെയ്യുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുള്ള ഒരുപാട് പ്രതീക്ഷകൾ അദ്ദേഹം കുടുംബക്കാർക്ക് നൽകിയിരുന്നു. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. ഏതായാലും നൗഷിജ എന്ന് പറയുന്ന സഹോദരി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ആഷിഖിൻ്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടണേ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നൗഷിജയുടെ കുടുംബക്കാരും അതുപോലെ തന്നെ ആഷിഖിൻ്റെ വാപ്പയായ നിസാമുദ്ദീൻ അടക്കമുള്ള ഒരു നാട് മൊത്തം കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവരെ തേടിയെത്തിയ വാർത്ത എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഈ 2 ദിവസം മുന്നേ ആഷിഖും നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു ലോകത്ത് സ്നേഹം കൊണ്ട് ഒന്നിച്ചവരാണ് ഈ ആഷിഖും അതുപോലെ തന്നെ നൗഷിജയും. എന്നാൽ മറ്റൊരു ലോകത്തേക്ക് പരമനാഥനായ പടച്ചിറപ്പ് വിളിച്ച ലോകത്തേക്ക് ആഷിഖ് ഇപ്പോൾ യാത്രയായിരിക്കുകയാണ്. ആ ലോകത്ത് മണവാട്ടിയും മണവാളനുമാകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അവരുടെ ഖബർ പടച്ചതമ്പുരാൻ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആഷിഖിൻ്റെയും നൗഷിജയുടെയും കുടുംബങ്ങൾക്ക് പടച്ചറബ്ബ ക്ഷമ നൽകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൂ. മോഹൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നിസ്സാരമായ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ രക്തസമ്മർദ്ദം താണതാണ് ഈ അപകടത്തിന് കാരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. തൽക്ഷണം തന്നെ 2 കാറുകളുടെയും ഒരു ബൈക്കിനെയും അടിച്ച് തെറിപ്പിച്ച ശേഷമാണ് അപകട സ്ഥലത്ത് ആ കാറ് ചെന്ന് നിന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മറ്റ് 6 പേർക്ക് കൂടി അപകടം പറ്റിയിരുന്നു. പക്ഷേ അവർക്കൊന്നും കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഹോസ്പിറ്റൽ വിട്ട് ഇപ്പോൾ അവരുടെ കുടുംബക്കാരോടൊപ്പം പോയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാഹനം ഓടിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് മറ്റൊരാളുടെ ജീവൻ ഒരിക്കലും കവരാതിരിക്കുക. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു കുടുംബം തന്നെ ഇപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു അപകട കാരണം കൊണ്ട് നമുക്ക് ഇല്ലാതായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം പടച്ചിറപ്പിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവിടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.